മുഴുവനും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം പാപം എന്നുള്ളത് ക്യാൻസർ പോലെയാ. അതൊരു പ്രാവശ്യം ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവും. ക്യാൻസറിന്റെ പ്രോപ്പർട്ടി അങ്ങനെയാ അല്ലെ? ക്യാൻസറിന്റെ സ്വഭാവം അങ്ങനെയാ. മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന ക്യാൻസറിനെ പറ്റിയാ പറയുന്നത്. ഒരു സെല്ലിലേക്ക് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പകരും. അപ്പോൾ നമുക്കറിയാം മിക്കവാറും തന്നെ ക്യാൻസറുകൾ അങ്ങനെയാണ് അല്ലെ? അപ്പോൾ ഒരു വ്യക്തിക്ക്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ഉള്ള ആളെ തന്നെയല്ല ബാധിക്കുന്നത്, കുടുംബത്തെ മൊത്തം ബാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ബാധിക്കും എന്നല്ല പറഞ്ഞ്, ഇമോഷണലായിട്ട് അല്ലെ, സങ്കടത്തിന്റെ കടലിൽ കൂടെ കടന്നു പോകേണ്ടി വരും. പിന്നെ എന്താ പറയുക, ഫൈനാൻഷ്യലി അത് ബാധിക്കും, കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കും. ആകപ്പാടെ പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നത് അല്ലെ എന്ന് പറഞ്ഞ പോലെയാണ് പാപം എന്നുള്ളത് അല്ലെ. പാപം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഞാൻ ചെയ്യുന്ന പാപമല്ലേ, എൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ഒരു പാപമല്ലേ, അതെങ്ങനെയാണ് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാലും പാപം അത് നമ്മളെ തന്നെ മാത്രമല്ല അഫക്റ്റ് ചെയ്യും, നമ്മുടെ കുടുംബത്തെയും കൂടെ അഫക്റ്റ് ചെയ്യും അല്ലെ, നമ്മളുടെ സമൂഹത്തിലുള്ളവരെയും കൂടെ അഫക്റ്റ് ചെയ്യും അല്ലെ. അപ്പോ അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പാപം എന്നുള്ളത് ചെറിയ കാര്യമല്ല, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഐ പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. കർത്താവെ, ഞങ്ങളുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ് വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഹോളിസ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോളിസ്പിരിറ്റ് ഗോഡ് ഞങ്ങളുടെ ടീച്ചറോട് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നു നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണം പിതാവേ, യേശു നാമത്തിനാമേ. പിതാവെ, അങ്ങേക്കായിട്ടും അങ്ങയുടെ മകനായിട്ടും മകന്റെ സ്നേഹത്തിനായിട്ട് ഹോളിസ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു പിതാവേ. നന്ദി പിതാവേ, യേശുവിന്റെ നാമത്തിനാമേ. നമുക്കിന്ന് യോശുവയ്ക്കകത്തേക്ക് പോകാം. ജോഷുവിന്റെ 22-ാമത്തെ ചാപ്റ്ററിന്റെ 20-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ജോഷുവിന്റെ 22-ന്റെ അല്ലെങ്കിൽ യോശുവിന്റെ 22-ന്റെ 20-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: സെരഹിന്റെ മകനായ ആഖാൻ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ചു ഒരു കുറ്റം ചെയ്യുകയാൽ കോപം ഇസ്രായേലിന്റെ സകല സഭയുടെയും മേൽ വീണില്ലയോ? അവൻ മാത്രമല്ലല്ലോ അവന്റെ അകൃത്യത്താൽ നശിച്ചത്. അപ്പോൾ ഇവിടെ ആഖാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് അച്ഛൻ എന്നൊരു വേർഡാണ്, ACHAN എന്നൊരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് എന്തിനെ പറ്റിയാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ജോഷുവ തന്നെ 7-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം. ഇപ്പൊ 6-ാമത്തെ ചാപ്റ്റർ ജെറിക്കോനെ പിടിച്ചടക്കുന്ന കാര്യം പറഞ്ഞിരിക്കും. അപ്പൊ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ചാൽ, ജെറിക്കോയ്ക്കകത്ത് കയറുമ്പോൾ അവിടെയുള്ള സാധനങ്ങളൊന്നും ഇസ്രായേൽ മക്കൾ എടുക്കരുത്. അതിന്റെ അവിടെയുള്ള സ്വർണവും വെള്ളിയും ഇരുമ്പോണ്ടുള്ള കാര്യങ്ങളും പിന്നെ ഇതല്ല ബ്രോൺസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ ട്രഷറിയിലേക്ക് കൊടുക്കണം. ബാക്കി ഒരു കാര്യം എടുക്കാൻ പോകരുത് അല്ലെ, നശിപ്പിക്കണം കംപ്ലീറ്റ് എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ അപ്പൊ യാക്കാൻ എന്നുള്ള അച്ഛൻ എന്നുള്ള ആള്, അദ്ദേഹം കുറെ 200 വെള്ളിന്റെ നാണയങ്ങളും പിന്നെ ഒരു എന്താ പറഞ്ഞ ഒരു റോബ് അല്ലെ, ബാബിലോണിയൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇച്ചിരി വില കൂടി ഒരു റോബ്, ഒരു പരവതാനി പോലത്തെ എന്തോ ഒരു സാധനം, അതും പിന്നെ ഒരു സ്വർണത്തിന്റെ ഒരു കട്ടിയും കൂടെ അദ്ദേഹം എടുത്തോണ്ട് വന്നിട്ട് തൻ്റെ ടെന്റിന്റെ താഴെ കുഴിച്ചിടുന്നു അല്ലെ. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് ആരും കാണുന്നില്ല അല്ലെ. ശരിക്കും പറഞ്ഞാലും മനുഷ്യരാരും കണ്ടിട്ടില്ല, ആർക്കും അറിയത്തില്ലായിരുന്നു അദ്ദേഹം ഇങ്ങനെ കാര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം കണ്ടു. ദൈവം കാണുമല്ലോ നമ്മളെന്താ ചെയ്യുന്നുള്ള കാര്യം സകലതും അറിയുന്നവൻ ദൈവം അല്ലെ. ഇദ്ദേഹം ഈ കാര്യം ചെയ്തുകൊണ്ട് പിന്നെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേലിനെ ആൾക്കാരെ ജോഷുവ വിടുമ്പോ അവിടെ പരാജയപ്പെട്ടിട്ട് തിരിച്ചു വരുക അല്ലെ. 36 പേര് കൊല്ലപ്പെട്ടു. അപ്പൊ അതിനു മുമ്പേ ആയിലേക്ക് ചാരന്മാരായിട്ട് 2 പേരെ വിട്ടു കഴിഞ്ഞപ്പോ അവരവിടെയെല്ലാം പോയിട്ട് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു, അധികം ആൾക്കാരെ വിടേണ്ട കാര്യം, ഒരു 2000 പേര് 3000 പേര് പോയാൽ മതി അല്ലെ അങ്ങോട്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ എന്ന് പറഞ്ഞ സ്ഥലം വളരെ ചെറുതാ അല്ലെ, അവിടെ അധികം ആൾക്കാരൊന്നുമില്ല.
സ്ഥലം ചെറുതെന്നല്ല, അധികം ആൾക്കാരൊന്നുമില്ല. അപ്പൊ ബാക്കിയുള്ളവരോടെ കഷ്ടപ്പെടുത്തണം. അവിടം വരെ പോയി എല്ലാവരും കൂടെ പോയി ഇസ്രായേലുള്ളവര് ഫൈറ്റേഴ്സ് അല്ല, എല്ലാ യുദ്ധവീരന്മാരൊന്നും അങ്ങോട്ട് ചെന്നിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കുറച്ച് പേരെ മാത്രം വിട്ടാൽ മതി. നമുക്ക് ഈസി ആയിട്ട് പിടിച്ചെടുക്കാം. അതായത് നമ്മളിപ്പോ ജെറീക്കോ ഒക്കെ എടുത്തില്ല. അപ്പൊ അതുപോലെ അതിനേക്കാളൊക്കെ എത്രയോ ചെറുതാണ് അല്ലെ. അപ്പൊ ആയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ജോഷുവ വിചാരിച്ചു ഒക്കെ ശരിയാണല്ലോ, അപ്പൊ ദൈവം കൂടെ ഉണ്ടല്ലോ, ദൈവം ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു കണക്കുകൂട്ടലില് ജോഷുവ ആൾക്കാരെ 3000 പേരെ പറഞ്ഞ് ആയിലേക്ക് വിടുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആയിലുള്ള ആൾക്കാര് ഇസ്രായേലിന്റെ ആൾക്കാരെ ഓടിക്കുക, 36 പേരെ കൊല്ലുകയും ചെയ്തു. അപ്പൊ ജോഷുവ ദൈവത്തിന്റെ മുമ്പില് വീണ് കിടന്ന് കരയുമ്പോ ദൈവം ഇങ്ങനെ പറയാ, 10ാമത്തെ വാക്ക്, യോശുവയ്ക്കകത്ത് 7ാമത്തെ ചാപ്റ്ററിന്റെ 10ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ മോഷ്ടിച്ചു, മറവു ചെയ്തു, തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നത് കൊണ്ട് ശത്രുക്കളുടെ മുന്നിൽ നിൽക്കാൻ കഴിയാത്ത ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കത്തില്ല. അപ്പൊ ദൈവം കൂടെ ഇല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തില്ല. അല്ല, ദൈവമാണ് നമുക്ക് വിജയം തരുന്നത്. അപ്പൊ ദൈവം കൂടെ ഇല്ലെങ്കിൽ വിജയം സാധിക്കത്തില്ല എന്നുള്ള കാര്യം ദൈവം തുറന്നങ്ങ് പറയണം. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മള് നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ വായിച്ച വാക്കുന്ന ഒരു കാര്യം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവം ഇങ്ങനെ പറഞ്ഞില്ല, ആക്കാൻ അല്ലെ, അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള ഒരാള് പാപം ചെയ്തിരിക്കുക, അവന്റെ ടെന്റിന്റെ അകത്ത് കാര്യമിരിപ്പുണ്ട്, അവനാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയവൻ, അവൻ കാരണമാണ് ഞാന് എന്താ പറയുക ഇസ്രായേലിനെ ഓടിക്കേണ്ടി വന്നത്. അങ്ങനെയൊന്നുമല്ല ദൈവം പറഞ്ഞത് ഇസ്രായേല് പാപം ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു യൂണിറ്റ് ആയിട്ട് ഇസ്രായേലിനെ ദൈവം കണക്കൂട്ട്. ആക്കാൻ എന്നുള്ള ആളാണ് പാപം ചെയ്തെങ്കിൽ പോലും പിന്നെ ദൈവം കണക്കുകൂട്ടി ഇസ്രായേലിനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്ക് കൂട്ടിയത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പം ഈ ആക്കാൻ എന്നുള്ള ഒരാളെ പിന്നെ കൊല്ലാൻ ദൈവം തന്നെ പറയുന്നു, ബാൻ ചെയ്യാൻ പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൊല്ലണമെന്ന്, അദ്ദേഹത്തിനുള്ളതെല്ലാം നശിപ്പിക്കേണ്ടി വന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പാപം കാരണം 36 പേര് നേരത്തെ മരിച്ചു പോയിരുന്നു, ആയി പിടിച്ചെടുക്കാൻ പോയവരും മരിച്ചു പോയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പാപം കൊണ്ട് അതൊരു ക്യാൻസർ പോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക്, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നില്ല. അപ്പൊ നമ്മള് വളരെ സീക്രട്ട് ആയിട്ട്, ഇപ്പൊ ആക്കാൻ എന്ന് പറയുന്ന ആളുടെ കാര്യം ഒന്ന് വിചാരിച്ചു നോക്ക്. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം താൻ പാപം ചെയ്യുന്നത് വളരെ സീക്രട്ട് ആയിട്ട് ചെയ്തിരുന്നത് അല്ലെ, വളരെ സീക്രട്ട് ആയിട്ട് വെച്ചോണ്ടിരുന്ന കാര്യം ഇത്. അപ്പോൾ പാപത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മരണത്തെ പ്രൊഡ്യൂസ് ചെയ്യും, മരണത്തെ സൃഷ്ടിക്കും അല്ലെ. പാപത്തിന്റെ ഫലമാണ് മരണം. പാപത്തിന് ഒരിക്കൽ പോലും ജീവനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ജീവൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു കാര്യത്തിന്റെ കൂടെ ദൈവം ഉണ്ടാക്കത്തില്ല. ദൈവമാണ് ജീവൻ അല്ലെ, യേശുക്രിസ്തുവാണ് ജീവൻ, അവനും ഉയർത്തെഴുന്നേൽപ്പ്. അപ്പൊ ജീവൻ ദൈവത്തിൽ നിന്ന് വരുന്നത്. എന്തെങ്കിലും കാര്യം ജീവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള കാര്യമാണ്. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള അല്ലാത്തതിന്റെ കൂടെ ഒന്നും ദൈവം ഉണ്ടാവത്തില്ലല്ലോ അല്ലെ. അപ്പോ മരണം കൊണ്ടുവരുന്നതാണ് പാപം. അപ്പോ ആ മരണം കൊണ്ടുവരുന്ന ഈ പാപത്തെ എത്രമാത്രം നമ്മള് എവിടെയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാല്, എത്രമാത്രം ചാക്കിട്ട് പൊതിഞ്ഞു മൂടി വെക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അത് തലപൊക്കുക തന്നെ ചെയ്യും. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സീക്രട്ട് പോലും ഇല്ല അത് ഒരിക്കൽ പോലും പുറത്തു വരാത്തത്, വെളിവാക്കപ്പെടാത്ത തരത്തിലുള്ള ഒരു സീക്രട്ടും ഇല്ല. എല്ലാ സീക്രട്ടുകളും അത് പുറത്തു വരിക തന്നെ ചെയ്യും അല്ലെ. അത് പുറത്തു വരിക തന്നെ ചെയ്യും, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. നമ്മുടെ സമയത്ത് പുറത്തു വന്നാലും നമ്മുടെ കാലം കഴിഞ്ഞു വേണമെങ്കിലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പൊ നമ്മള് പോലും അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ അല്ലെ, നമ്മള് അറിയാതെയും കൂടെ ചെയ്തു പോകുന്ന പാവങ്ങൾക്ക് കൂടെ ഭയങ്കര ഇഫക്റ്റ് ഉള്ളു. അപ്പൊ അറിഞ്ഞുകൊണ്ട് സീക്രട്ടായിട്ട് ചെയ്യുന്ന പാവങ്ങളെ പറ്റി ഒന്ന് ഓർത്ത് നോക്കി അല്ലെ. അപ്പൊ എത്രയോ പേരുണ്ട് വിശ്വാസികളുടെ ഇടയിൽ പോലും, എത്രയോ പേരുകളുണ്ട് ഇങ്ങനെ സിൻഫുൾ ആയിട്ടുള്ള പാപത്തിൻ്റെതായിട്ടുള്ള ജീവിതം നയിക്കുന്നത്. പുറത്തെല്ലാം വളരെ നീറ്റായിരിക്കും, കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ടായിരിക്കും, ഹല്ലേലൂയൊക്കെ പറയുന്നുണ്ട്, ചർച്ചിലൊക്കെ പോകുന്നുണ്ട്, കൈകൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിളൊക്കെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ പാപം ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലെ. എത്രയോ ആൾക്കാര് ആവശ്യമില്ലാത്ത സൈറ്റുകളിലൊക്കെ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഇന്റർനെറ്റിലൊക്കെ കയറിയിട്ട് ആവശ്യമില്ലാത്ത സൈറ്റുകളൊക്കെ കയറുകയും ആവശ്യമില്ലാത്ത തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരിക്കും, ചാറ്റിങ്ങും അങ്ങനെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള വാട്സാപ്പ് യൂസേജുകളൊക്കെ അങ്ങനെ എത്രയോ ആൾക്കാർക്കുണ്ട്. എത്രയോ പേര് തൻ്റെ മൊബൈലിന്റെ പാസ്വേഡ് അല്ലെ, മൊബൈല് തുറക്കുന്നതിനുള്ള പാസ്വേഡ്
സ്വന്തം വൈഫിന് കൊടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവരുടെ ആ മൊബൈലിന്റെ അകത്ത് പല കാര്യങ്ങളുള്ളൂ. പല തരത്തിലുള്ള കോണ്ടാക്റ്റുകളും പല പല കാര്യങ്ങളും ഉള്ളത് അല്ലെ. അപ്പോ എത്രയോ തരത്തിലുള്ള സീക്രട്ട് ആയിട്ട് സിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. അവര് വിചാരിക്കും ആരും കാണുന്നില്ല അല്ലെ. ആരും കാണാതെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതങ്ങ് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഇത്ര നാളും പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, ഇനി ഇതങ്ങോട്ട് മുമ്പോട്ട് പോകും എന്നുള്ള രീതിയിൽ ഒരു ജീവിതം ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ഓർക്കാതിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാപമാണിത്. പാപം മരണത്തെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ അല്ലെ. പാപം കാണുന്നവൻ ദൈവം അല്ലെ. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ പിതാക്കന്മാരുടെ പാപം കൊണ്ടല്ല, ദൈവത്തെ ഹേറ്റ് ചെയ്യുന്നവരുടെ പാപത്തിന് അവരുടെ 3-4 ഓളം തലമുറയെ ദൈവം തന്നെ വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദൈവം തന്നെ അതിന് കൂലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ എന്താ പറയാ മേഴ്സി ഉണ്ടാവും 1000 ജനറേഷനുകളോളം ഉള്ളവർക്ക് അല്ലെ. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ 1000 ജനറേഷനെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ദൈവം നീതിമാനായിട്ട് ദൈവം തന്നെ പാപമുള്ള വ്യക്തികളെ വെച്ചുകൊണ്ടിരിക്കത്തില്ല അല്ലെ. അതിനൊരു കൂലി കിട്ടുക തന്നെ ചെയ്യും. പിന്നെ അടുത്ത പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, അത് പിശാചിന് ഒരു എൻട്രി പോയിന്റ് ആണ്. പാപം പിശാചിന്റെ എൻട്രി പോയിന്റ് ആണ്. ജീവിതത്തെ നശിപ്പിക്കാൻ അവന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ബന്ധങ്ങളെ അവൻ തകർക്കും അല്ലെ. നമ്മുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനെ അവൻ നശിപ്പിക്കും. പിശാച് നശിപ്പിക്കും, നമ്മളെ നശിപ്പിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കും അല്ലെ. നമ്മളായിട്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത് അല്ലെ. ഒന്ന് വിചാരിച്ചു നോക്കിയേ, ഡേവിഡിന്റെ കാര്യം ഒന്ന് എടുത്ത് നോക്കുക. ഡേവിഡ് ബേത്ശേബയെ റേപ്പ് ചെയ്യുന്നുള്ള കാര്യം സീക്രട്ട് ആയിട്ട് ചെയ്ത കാര്യമാണ്. ദൈവം നേതനെ വിട്ടിട്ട് പറയുന്ന കാര്യമാണ് അല്ലെ. നേതൻ എന്നുള്ള പ്രോഫിറ്റിനെ വിട്ടിട്ട് ദൈവം പറയുന്നു. അപ്പൊ ഡേവിഡ് വിചാരിച്ചൊന്നും ആരും അറിഞ്ഞില്ലത്. പക്ഷെ അതിനുശേഷം ഡേവിഡ് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ നോട്ട്. സ്വന്തം മകൻ അമ്നോൻ തന്നെ സ്വന്തം പുത്രിയെ തന്നെ താമറിനെ റേപ്പ് ചെയ്യുന്നു. ഡേവിഡിനൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലെ. ഡേവിഡ് സൈലന്റ് ആയി പോവുക ചെയ്തു. ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ പ്രശ്നം കാരണം അബ്ശാലോം അമ്നോനെ കൊല്ലുന്നു. അബ്ശാലോം പിന്നെ ഡേവിഡിനെ കൊല്ലാൻ വേണ്ടിട്ട് ഓടിക്കുന്നു. അപ്പൊ ദൈവം തന്നെ പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ നിന്ന് വാള് മാറിപ്പോകത്തില്ല. അതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന കുടുംബത്തില് ഡേവിഡ് ഒരു പാവം ചെയ്യാൻ പോയതുകൊണ്ട് ആ കുടുംബത്തിന്റെ സ്ഥിതി തന്നെ മാറുക. കുടുംബത്തിന്റെ ബന്ധങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. വീടിന്റെ അകത്ത് തന്നെ റേപ്പ് നടക്കുക ചെയ്യുന്നത് അല്ലെ. ഒന്ന് വിചാരിച്ചു നോക്കി, എന്തൊരു അവസ്ഥയിലേക്ക് പോയി നോക്കി. പക്ഷെ എന്നാലും ദൈവത്തോട് ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചപ്പോൾ ഡേവിഡ് ജീവനോടെ ഇരുന്നു. അബ്ശാലോമിനെ കൊന്നു, അമ്നോൻ മരിച്ചു, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഷാമുന്റെ പേര് ജീവിതം ഉണ്ടായെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. പക്ഷെ എന്നാലും ഡേവിഡ് ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ, തിരിച്ചു ജീവിതത്തിലേക്ക് വരാനും ഒരു മനസ്സ് കാണിച്ചു, റിപ്പന്റ് ചെയ്തിട്ട് തിരിച്ചു വരാൻ മനസ്സ് കാണിച്ചപ്പോൾ ഡേവിഡിനെ നശിപ്പിച്ചു കളഞ്ഞില്ല, ഡേവിഡിന്റെ ഫാമിലിയെ നശിപ്പിച്ചു കളഞ്ഞില്ല. പക്ഷെ കിങ് ശൗൽ അല്ലെ, അദ്ദേഹത്തെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കി. അദ്ദേഹം മോശപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന് ദൈവത്തിന്റെ വഴി കൂടി നടന്നു. പക്ഷെ അദ്ദേഹം ചെയ്ത പാപം അദ്ദേഹം റിപ്പന്റ് ചെയ്യാൻ ശ്രമിക്കാതിരുന്നപ്പോ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യോനാഥിനെയും കൂടി അത് അഫക്ട് ചെയ്തു. യോനാഥിനും കൂടെ മരിക്കേണ്ടി വന്നു. യോനാഥിന്റെ മകൻ മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ രാജ്യം നഷ്ടപ്പെട്ടു പോയി, മക്കൾ നഷ്ടപ്പെട്ടു പോയി ഉള്ളൊരു അവസ്ഥയിലേക്ക് വന്നു അല്ലെ. നമ്മളുടെ പാപം നമ്മളെ തന്നെയല്ല ബാധിക്കുന്നത്. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ പാവം നമ്മളെ തന്നെയല്ല ബാധിക്കുന്നത്. നമ്മുടെ പാവം നമ്മളെ മാത്രമേ ബാധിക്കുമുള്ളായിരുന്നെങ്കിൽ അല്ലെ അത്രയ്ക്കേ വരുന്നുള്ളൂ എന്ന് വിചാരിക്കായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും, സീക്രട്ടായിട്ട് ചെയ്യുന്ന, ഓപ്പണായിട്ട് ചെയ്യുന്ന പാപങ്ങള് എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിനെയും അല്ലെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഫൈനാൻസ്, നമ്മുടെ നിലനിൽപ്പിനും, നമ്മുടെ ലോകത്തിലെ ആൾക്കാരുടെ മുമ്പിലുള്ള നമ്മളുടെ ഒരു വിലയും എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ദൈവം ഇവിടെ ഇങ്ങനെയാ പറയുന്നത്, നമ്മള് മനസ്സിലാക്കുക അല്ലെ, ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകാതിരിക്കുക, പാപത്തിലേക്ക് പോകാതിരിക്കുക അല്ലെ. ആ ഒരു എങ്ങനെയെങ്കിലും പാപം ചെയ്തു പോയെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട്, ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന വ്യക്തികളായിരിക്കുക. ആ പാപത്തിൽ പിന്നെയും ജീവിച്ചു പോകുന്ന വ്യക്തികൾ ആയിരിക്കരുത്. അപ്പൊ ഇത് ദൈവത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ്. നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ മൊത്തം അത് അഫക്ട് ചെയ്യുമെന്നുള്ളത് അല്ലെ. നമ്മൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ അഫക്ട് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിനെ അഫക്ട് ചെയ്യുമെന്നുള്ള കാര്യം എല്ലാം എന്താ പറയുക, അത് ദൈവത്തിന്റെ നിയമമാണ്. അത് അങ്ങനെയാണ് അല്ലെ. നമ്മളായിട്ട് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ കൂടപ്പിറപ്പുകളെ നശിപ്പിക്കേണ്ട കാര്യമുണ്ട്? നേരത്തെ നമുക്കങ്ങ് ജീവിച്ചാൽ പോരെ അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. സീക്രട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ
അത് വളരെയധികം അപകടകാരികളാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും റിപ്പന്റ് ചെയ്യാനുണ്ടെങ്കിൽ റിപ്പന്റ് ചെയ്ത് ദൈവത്തോട് തിരിച്ചു വരിക. ആ പാവം മറ്റൊരാളുടെ ജീവിതം ജീവിക്കരുത് അല്ലെ? അത് നമ്മുടെ സൽവേഷനെ തന്നെയല്ല ബാധിക്കുന്നത്. നമ്മുടെ കുടുംബത്തെ കംപ്ലീറ്റ് എന്താ പറയണെ നശിപ്പിച്ചു കളയും. എത്രയോ വീടുകൾ പുരുഷന്മാരുടെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള സൈറ്റിൽ കാഴ്ച കാരണം നശിച്ചു പോയിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങൾ പുരുഷന്മാരുടെ കള്ളുകുടി കാരണം നശിച്ചു പോയിട്ടുണ്ട് അല്ലെ? എത്രയോ കുടുംബങ്ങള് സ്ത്രീകളുടെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ കാരണം നശിച്ചു പോയിട്ടുണ്ട് അല്ലെ? ഞാൻ വിശ്വാസമുള്ള കാര്യം പറഞ്ഞു. ഞാൻ നാട്ടുകാരുടെ കാര്യം പറഞ്ഞു. നാട്ടുകാരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യം നമുക്കില്ല. വിശ്വാസമുള്ള കാര്യത്തെ പറ്റി പറഞ്ഞു. എത്രയോ കുടുംബങ്ങൾ എത്രയോ ഉദാഹരണമാണ് നമ്മളുടെ മുമ്പിലുള്ള. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാതിരിക്കാം. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. കർത്താവേ, ഞങ്ങള് എവിടെയെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ കർത്താവേ അത് അങ്ങോട്ട് ക്ഷമ ചോദിച്ചിട്ട് ജീവിതത്തിലേക്ക് ഒരാളെ കൃപ തരണം അപേക്ഷിക്കുന്നു കർത്താവേ. ലോർഡ് ഫാദർ, അങ്ങക്കെതിരായിട്ട് ഒന്നും തന്നെ ചെയ്യാതിരിക്കട്ടെ. സകല പാപങ്ങളും കർത്താവ് അങ്ങക്കെതിരായിട്ട് ചെയ്യുന്ന കർത്താവേ, അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോകാതിരിക്കട്ടെ. താങ്ക് യു ജീസസ്. സ്ട്രെങ്ത് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മാസ്റ്റർ ഞങ്ങളുടെ മനസ്സിൽ സ്ട്രെങ്ത് ചെയ്യണമെന്ന് അപേക്ഷിക്കുക. യേശുവിൻ നാമത്തിൽ ആമേൻ. താങ്ക് യു ജീസസ്. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന ആമേൻ. എന്നെ കേട്ട നന്ദി. ദൈവത്തെ നോക്കട്ടെ.